കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ്, അതായത് പീരിയഡ്സ് ആകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് നമുക്കുണ്ടാകുന്ന പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുന്നത് പല സ്ത്രീകളിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ സിംറ്റംസിനോട് സെയിം ആയിട്ട് തന്നെ പോകുന്ന തരത്തിലുള്ള സിംറ്റംസാണ് പ്രിമെൻസ്ട്രൽ സിംറ്റംസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പീരീഡ് നീണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് വരുമ്പോഴോ അല്ലെങ്കിൽ പീരീഡ്സ് ആവേണ്ട ഒരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണല്ലോ, ഇത്തവണ പ്രഗ്നൻസി ആയോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പീരിയഡ്സും ആകും. അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളതുകൊണ്ടാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുന്നത് പീരിയഡ്സ് ആകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ. പലരിലും സംഭവിക്കുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസും ഹോർമോണൽ ചേഞ്ചസും കൊണ്ടാണ് ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഒരു പരിധി വരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതെന്തൊക്കെയാണെന്ന് അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റാണ് നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് സമയം ചിലവഴിക്കുക. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ടുള്ള രീതിയിൽ പോകാനായിട്ട് സഹായിക്കും. ശരീരത്തിലെ എല്ലാ ഭാഗത്തോട്ടും രക്തം എത്തുന്നതിന് വേണ്ടിയിട്ടും രക്തയോടെ ഫുള്ളാവുന്നതിനും ഓക്സിജൻ സപ്ലൈ കറക്റ്റായിട്ട് എത്തുന്നതിനുമൊക്കെ ഇത് സഹായിക്കും. ആ ബ്ലഡ് ഫ്ലോയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നല്ല റെഗുലറായിട്ടൊക്കെ നല്ല ഫ്ലോയിൽ തന്നെ ഫംഗ്ഷൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ ജിമ്മിൽ വർക്കൗട്ടിങ് അല്ലെങ്കിൽ കൂടി തന്നെയും വാക്കിങ്ങോ അല്ലെങ്കിൽ റണ്ണിങ്ങോ സൈക്ലിങ്ങോ ബാഡ്മിൻ്റനോ ടെന്നീസോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. 30 മിനിറ്റ്സ് നിങ്ങളുടെ ബോഡി നല്ലപോലെ ആക്റ്റീവ് ആവണം. അത്ര ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ദെൻ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഏത് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ആഡ് ഓൺ തരുന്ന ബെനിഫിറ്റ് തരുന്ന ഭക്ഷണങ്ങൾ മാത്രം നിങ്ങൾ കഴിക്കുക. ഹോൾ ഗ്രെയിൻ പ്രൊഡക്ട്സ് കഴിക്കുക, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, കാൽസ്യം റിച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് നമ്മുടെ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒരു പരിധിവരെ നിയന്ത്രിച്ച് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കുറച്ച് വരെയെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നാലാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ കഫേൻ്റെ ഉപയോഗം കുറയ്ക്കുക. ആൽക്കഹോൾ കൺസംഷനോ സ്മോക്കിംഗ് ഹാബിറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കുക. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചോറിലൊക്കെ ഉപ്പിട്ട് വാർക്കുന്നവരുണ്ടാവില്ലേ, അങ്ങനെയുള്ള രീതിയൊക്കെ ഒന്ന് കുറയ്ക്കുക. നമ്മൾ കറിക്കൊക്കെ ഉപ്പിടാണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ കോഫി പ്രൊഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, കോഫി കുടിക്കുന്നത് മാത്രമല്ല കേട്ടോ, കൂടുതലായിട്ട് സോഡ കുടിക്കുന്നത്, ഇങ്ങനെയുള്ള പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത്, അതെല്ലാത്തിലും കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എല്ലാം കൺസംഷൻ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ലീപ്പിംഗ്. അത് കൃത്യമായിട്ടുള്ള രീതിക്ക് മുൻപോട്ട് കൊണ്ടുപോകുക. ദിവസവും 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശീലിക്കുക. ഉറക്കം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന റെസ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പകുതി പ്രശ്നങ്ങളും അതോടുകൂടി തീർന്നു എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റീസും ആ പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായിട്ടും, അതായത് നല്ല രീതിക്കും നടക്കാനായിട്ട് ഈ ഉറക്കം നമ്മളെ സഹായിക്കും. കൃത്യമായിട്ട് നമ്മൾ 1-2 ദിവസം ഉറങ്ങിയിട്ടില്ല എങ്കിൽ ആ ഒരു എഫക്റ്റ് മൊത്തം നമ്മുടെ ആ രാവിലത്തെ റൊട്ടീനിൽ കാണാനായിട്ട് സാധിക്കും. തളർച്ച, ക്ഷീണം, തലകറക്കം, അങ്ങനെ നമ്മുടെ ചിലർക്ക് മൂഡ് സ്വിങ്സ് തന്നെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് നടക്കും. ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഉണ്ടാകുന്നത് തടയാനും ഇത് സഹായിക്കും. അപ്പോൾ കൃത്യമായിട്ട് 8 മണിക്കൂർ ഉറപ്പായിട്ടും നിങ്ങൾ ഉറങ്ങാം കേട്ടോ. സമയം വേണ്ടുന്ന രീതിക്ക് നിങ്ങൾ ക്രമീകരിച്ച് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടാവും. ആ സ്ട്രെസ് നിങ്ങൾ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പല പ്രവർത്തനങ്ങളും കൃത്യമായിട്ടുള്ള അളവിൽ നടക്കും. മാക്സിമം നിങ്ങളുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് നടക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ സ്ട്രെസ് അനുഭവപ്പെടുന്ന ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സൈഡിലോട്ട് മാറിയിട്ട് നമ്മുടെ അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതുപോലെ നമ്മുടെ ഈ മെൻസ്ട്രൽ സിസ്റ്റവും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഒരു സൈഡിലോട്ട് മാറി ബാക്കിയുള്ള ഒരു പ്രിഫറൻസ് കൊടുക്കുന്ന നമ്മുടെ ഈ സ്ട്രെസ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബ്ലഡ് സർക്കുലേഷനിലെ പ്രോബ്ലം എല്ലാം കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും ബാക്കിയുള്ള പ്രവർത്തനം എല്ലാം നമ്മുടെ ശരീരം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്കോട്ട് ആയിപ്പോവും. അങ്ങനെ അതൊക്കെ ബാക്കോട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിന് അത് ബാധിക്കും, നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് അത് ബാധിക്കും. അതുപോലെ ഇപ്പോൾ മെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നതിന് അത് കാരണമാവുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏഴാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യോഗ പ്രാക്ടീസ് ചെയ്യുക. യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് സഹായിക്കും. ഈ യോഗയും മെഡിറ്റേഷനെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും കൂളായിട്ടിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. മറ്റുള്ള മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കുറച്ച് നേരമെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ ഈ യോഗയും മെഡിറ്റേഷനും ഒക്കെ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസിൽ നിന്ന് ഒരു പരിധി വരെ ഒരു പ്രിവെൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് ഇത് സഹായിക്കും. പലരിലും ഏറ്റവും വലിയൊരു വില്ലനായിട്ട് പ്രിമെൻസ്ട്രൽ സിംറ്റംസിനെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. കാരണം പീരിയഡ്സ് ആകുന്ന ലക്ഷണമാണെങ്കിൽ കൂടി തന്നെയും പ്രഗ്നൻസി സിംറ്റംസ് ആയിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഇതിനുണ്ട്.
വരുന്നുണ്ട്. എല്ലാം തന്നെ പ്രഗ്നൻസി സിംറ്റംസ് ആയിട്ട് മാച്ച് ചെയ്യുന്നതാണ് പ്രിമെൻസ്ട്രൽ സിംറ്റംസ്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ പീരിയഡ്സ് ആണോ വരുന്നതെന്ന് അറിയാൻ പറ്റാണ്ടാവും. നമ്മൾ ഓവറായിട്ട് പലപ്പോഴും എക്സൈറ്റഡ് ആയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നതിനൊക്കെ കാരണം ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നമുക്ക് വരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഈ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിന്ന് ദി ചൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ആ അക്കൗണ്ടിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അതിന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.